ക്രിക്കറ്റിന്റെ ഹൃദയമെടുപ്പ് ബാറ്റിംഗ് ആണെങ്കിൽ അതിന്റെ പൾസ് ഫാസ്റ്റ് ബൗളിംഗ് ആണ് എന്ന് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ താരം റോഡ്നി ഹോഗ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതൊരു ബാറ്ററുടെയും ഹൃദയമെടുപ്പ് കൂട്ടുന്നവർ തന്നെയാണ് ഓരോ ഫാസ്റ്റ് ബൗളർമാരും. 70കളിലും 80കളിലും ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചിരുന്ന കരീബിയൻ പടകളുടെ ടീമിൽ അങ്ങനെ ഒരു പേസർ ഉണ്ടായിരുന്നു. എക്കാലവും ബാറ്റേഴ്സിന്റെ പേടി സ്വപ്നമായിരുന്ന 6 അടി 8 ഇഞ്ച് ഉയരമുള്ള ജോയൽ ഗാർണർ എന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഭീമൻ. ബിഗ് ബേർഡ് അഥവാ ബിഗ് ജോയൽ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജോയൽ ഗാർണർ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ ഫാസ്റ്റ് ബൗളറായിരുന്നു. അദ്ദേഹത്തിന്റെ നീളൻ കാലുകൾ ജമൈക്കയുടെ ദേശീയ പക്ഷിയായ ഡോക്ടർ ബേർഡിനെ അനുസ്മരിപ്പിക്കുന്നതിനാലാണ് ബിഗ് ബേർഡ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ ഗാർണർ ഡോക്ടർ ബേർഡിനെ പോലെ സൗമ്യനായിരുന്നില്ല. മറിച്ച് തന്റെ ഇരകളെ നിഷ്കരണം ആക്രമിക്കുന്ന ഒരു കഴുകനെ പോലെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭീമാകരമായ രൂപവും വേഗമേറിയ പന്തുകളും കൃത്യതയും ചേർന്ന കോമ്പിനേഷൻ ലോകമെമ്പാടുമുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഭീകരമായ വെല്ലുവിളിയായിരുന്നു. ഗാർണറുടെ പന്തുകൾക്ക് വേഗം മാത്രമല്ല, ഗണ്യമായ സ്വിങ്ങും ഉണ്ടായിരുന്നു. ഇത് ബാറ്റ്സ്മാൻമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഹൈ ആം ആക്ഷനും ദീർഘവും സുഗമവുമായ റണ്ണപ്പും ഉൾപ്പെടുന്നതായിരുന്നു ഗാർണറിന്റെ ബൗളിംഗ് ശൈലി. തന്റെ ഉയരമായിരുന്നു ഗാർണറിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പലപ്പോഴും 90 മൈലിൽ കൂടുതൽ വേഗതയിലെത്തിയിരുന്ന പന്തുകൾ അൺഈവൻ ബൗൺസ് ഉണ്ടാക്കുകയും സ്വിംഗ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ബാറ്റ്സ്മാൻമാരെ വളരെയധികം കുഴപ്പിച്ചു. കൂടാതെ ഇഷ്ടാനുസരണം യോർക്കറുകൾ എറിയുന്നതിലും ഭീകരനായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ സ്വന്തം ബിഗ് ബേർഡ്. മാത്രമല്ല, പിച്ചിൽ നിന്ന് എക്സ്ട്രാ ബൗൺസ് വലിച്ചെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1952 ഡിസംബർ 16 ബാർബഡോസിലെ ക്രൈസ്റ്റ് ചർച്ചിലെ എന്റർപ്രൈസിലാണ് ജോയൽ ഗാർണർ ജനിച്ചത്. 2 ആൺകുട്ടികളിൽ മൂത്തവനായിരുന്നു ഗാർണർ. താൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറി. തുടർന്ന് ഗാർണറും സഹോദരനും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. ക്രിക്കറ്റ് ജനപ്രിയമായിരുന്നതിനാൽ ഗാർണർ കുട്ടിക്കാലം മുതൽ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പരിശീലിച്ചു. സെന്റ് ക്രിസ്റ്റഫേഴ്സ് ബോയ്സ് പ്രൈമറി സ്കൂളിലാണ് അദ്ദേഹം സ്കൂൾ പഠനം ആരംഭിച്ചത്. തുടർന്ന് ഫൗണ്ടേഷൻ ബോയ്സിലെ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം ഓൾറൗണ്ടറായി കളിച്ചു. പിന്നീട് സെയ്മോർ നേഴ്സ് പരിശീലിപ്പിക്കുന്ന സ്കൂൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ഇത്രയും ഉയരമുള്ള നീ എന്തിനാണ് ബാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിന്റെ ഈ ഉയരം കൊണ്ട് നീ ഒരു ഫാസ്റ്റ് ബൗളറാണ് ആകേണ്ടത് എന്ന് സെയ്മോർ നേഴ്സ് ഗാർണറിനോട് പറയുകയുണ്ടായി. അവിടുന്നായിരുന്നു ലോകമെമ്പാടുമുള്ള ബാറ്റേഴ്സിനെ മുൾമുനയിൽ നിർത്തിച്ച കാളക്കൂറ്റനായ ബൗളറുടെ തുടക്കം. ബൗൾ ചെയ്യുമ്പോൾ തന്റെ ഉയരം എങ്ങനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സെയ്മോർ നേഴ്സ് ഗാർണറെ പരിശീലിപ്പിക്കാൻ സമയം ചെലവഴിച്ചു. തുടർന്ന് ചാർലി ഗ്രിഫിത്തും ഗ്യാരി സോബേഴ്സും സംഘടിപ്പിച്ച പരിശീലന സെഷനുകളിൽ ഗാർണർ പങ്കെടുത്തു. ഗ്രിഫിത്ത് ഗാർണറെ വായുവിൽ സ്വിം ചെയ്യുന്ന യോർക്കർ എറിയാനും ബൗൺസർ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും പഠിപ്പിച്ചു. ബാർബഡോസിന്റെ തന്നെ ടീമിൽ ചേർന്നുകൊണ്ടാണ് ഗാർണർ തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിലെ സോമർസെറ്റ് ടീമിലും കളിച്ച അദ്ദേഹം 1977 വെസ്റ്റ് ഇൻഡീസ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും പാകിസ്ഥാനെതിരെ അരങ്ങേറ്റം കുറിച്ച ഗാർണർ യഥാക്രമം 6ഉം 3ഉം വിക്കറ്റുകൾ നേടി തുടക്കം ഗംഭീരമാക്കി. അധികം വൈകാതെ തന്നെ ക്ലൈവ് ലോയിഡ് എന്ന നായകൻ നയിച്ച വെസ്റ്റ് ഇൻഡീസ് സുവർണ്ണ നിരയിലെ പ്രധാന അംഗമായി ഗാർണർ മാറി. ഗാർണറുടെ 6 അടി 8 ഇഞ്ച് ഉയരവും അപ്രതീക്ഷിതമായ ബൗൺസും എതിർ ടീമുകൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അദ്ദേഹം എറിഞ്ഞ യോർക്കറുകൾ മേഘങ്ങളിൽ നിന്ന് വരുന്ന മിന്നൽ പോലെയായിരുന്നു എന്ന് ലോയിഡ് ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. ഏതാണ്ട് 1 ദശാബ്ദത്തോളം ലോക ക്രിക്കറ്റിൽ ആധിപത്യം സ്ഥാപിച്ച വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ പ്രധാന അംഗമായിരുന്നു ഗാർണർ. മൈക്കിൾ ഹോൾഡിംഗ്, ആൻഡി റോബർട്ട്സ്, കോളിൻ ക്രോഫ്റ്റ് എന്നിവരോടൊപ്പം അദ്ദേഹം ഒരു ഭീകരമായ പേസ് ബോളിംഗ് ക്വാർട്ടറ്റ് രൂപീകരിച്ചു. അവർ ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള ബാറ്റിംഗ് നിരകളെ നിഷ്കരണം നടുവൊടിച്ചു. ഈ പേസ് ക്വാർട്ടറ്റ് ആ കാലഘട്ടത്തിൽ 15 വർഷത്തോളം ഒരു ടെസ്റ്റ് പരമ്പര പോലും തോറ്റിരുന്നില്ല. ഗാർണറിന്റെ ഏറ്റവും ഐക്കോണിക് പ്രകടനങ്ങളിലൊന്ന് 1979 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ളതായിരുന്നു. 1979 ജൂൺ 23 തുടർച്ചയായ 2ാം ലോകകപ്പ് ലക്ഷ്യമിട്ട് വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ നേരിടാനിറങ്ങി. സാക്ഷാൽ വിവിയൻ റിച്ചാർഡ്സിന്റെ സെഞ്ചുറിയുടെ മികവിൽ വെസ്റ്റ് ഇൻഡീസ് 60 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 286 റൺസ് കുറിച്ചു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 183 എന്ന ശക്തമായ നിലയിൽ നിൽക്കുന്ന സമയം. ആദ്യം T20 ശൈലിയിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന ഗൂച്ചിന്റെ കുറ്റി തെറിപ്പിച്ച് ഫൈനലിലെ തന്റെ ആദ്യ വിക്കറ്റ് ഗാർണർ സ്വന്തം പേരിൽ കുറിച്ചു. അടുത്ത ഊഴം ഗവറിന്റേതായിരുന്നു. വീണ്ടും കുറ്റി തെറിപ്പിച്ചു ഗാർണർ. ഫൈനലിലെ ആദ്യ പന്ത് നേരിടാൻ വന്ന ലാർക്കിനസിന്റെയും ഗതി മറ്റൊന്നായിരുന്നില്ല. വീണ്ടും ക്ലീൻ ബൗൾഡ്. ഓൾഡും ഒരൊറ്റ റണ്ണ് പോലും സ്വന്തം പേരിൽ ചേർക്കാൻ കഴിയാതെ ഗാർണറിന്റെ തീതുപ്പുന്ന പന്തുകളിൽ ബൗൾഡായി. ബോബ് ടൈലറെയും ആദ്യ പന്തിൽ പുറത്താക്കി ഗാർണർ ഒടുവിൽ ഇംഗ്ലണ്ടിന്റെ കല്ലറയിലെ അവസാനത്തെ ആണിയും അടിച്ചു. 3ന് 183 എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ട് 194 റൺസിന് എല്ലാവരും പുറത്തായി. 39 റൺസ് വഴങ്ങി 5 വിക്കറ്റ് നേടിയ ഗാർണറിന്റെ ബൗളിംഗ് പ്രകടനമാണ് ഇന്നും ലോകകപ്പ് ഫൈനലുകളിൽ ഇതുവരെയുള്ള ഒരു ബൗളറുടെ ഏറ്റവും മികച്ച പ്രകടനം. 45 വർഷം പിന്നിട്ടിട്ടും ആ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കുമായിട്ടില്ല. ഗാർണറിന്റെ കരിയർ മുഴുവൻ ഇത്തരം പ്രകടനങ്ങളുടെ നിരയായിരുന്നു. 1983 ലോർഡ്സിലെ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിനെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവമായി ജോയൽ ഗാർണർ കണക്കാക്കിയിരുന്നു. ഈ മത്സരത്തിന് ശേഷം ഗാർണർ പരിക്കേറ്റ് കുറച്ചുകാലം കളിക്കളത്തിൽ നിന്നും വിട്ടുനിന്നു. തോൾ, മുട്ട് എന്നിവയ്ക്ക് പരിക്കേറ്റ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ 31 വിക്കറ്റുകൾ നേടി തിരിച്ചുവരവ് ഗംഭീരമാക്കി. ഈ നേട്ടത്തെക്കുറിച്ച് പ്രതികരിക്കവേ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ് താൻ എന്നാണ് ഗാർണർ എന്ന് പറഞ്ഞത്. കരിയറിന്റെ പകുതിയിലെത്തിയിട്ടും ക്രിക്കറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ അഭിനിവേശത്തെയായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചത്. വെസ്റ്റ് ഇൻഡീസ് പേസ് ബാറ്ററിയിലെ മറ്റംഗങ്ങളുമായി മത്സരിച്ചുകൊണ്ട് ഗാർണർ വെസ്റ്റ് ഇൻഡീസിനായി ടെസ്റ്റിൽ 250 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഫാസ്റ്റ് ബൗളറായും മാറി.
1977 മുതൽ 1987 വരെയുള്ള വർഷങ്ങളിൽ 58 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഗാർണർ 259 വിക്കറ്റുകൾ നേടി. 20 റൺ ശരാശരി മാത്രം വിട്ടുകൊടുത്താണ് ഇത്രയും വിക്കറ്റുകൾ അദ്ദേഹം നേടിയത്. ഏകദിന മത്സരങ്ങളിൽ ഗാർണർ അതിലും മികച്ച പ്രകടനമായിരുന്നു നടത്തിയത്. 98 കളികളിൽ നിന്നായി 146 വിക്കറ്റുകൾ. 20 റൺസിൽ താഴെ ശരാശരി മാത്രം വിട്ടുകൊടുത്ത് 100-ലധികം വിക്കറ്റുകൾ നേടിയ ലോകത്തിലെ ഒരേ ഒരു പേസ് ബൗളറും കരീബിയൻ പടകളുടെ ബിഗ് ബർഡ് മാത്രമാണ്. ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ എക്കാലത്തെയും മികച്ച റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കിയ ബൗളറും മറ്റാരുമല്ല. 1987 വിരമിച്ച ഗാർണർ ഒരു ക്രിക്കറ്റ് അവതാരകനും അനലിസ്റ്റുമായി മാറി. തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് പുതുതലമുറയിലെ ക്രിക്കറ്റ് താരങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ അദ്ദേഹം സജീവമായിരുന്നു. ഫീൽഡിലെ ഭീകരമായ പ്രതിച്ഛായയ്ക്ക് വിപരീതമായി ഗാർണർ ഫീൽഡിന് പുറത്ത് തന്റെ സൗമ്യവും വിനീതവുമായ സ്വഭാവത്തിന് പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹം തന്റെ സമകാലികരുടെ ഇടയിൽ ഒരു റെസ്പെക്റ്റഡ് ക്യാരക്ടറുമായിരുന്നു. എപ്പോഴും സഹായിക്കാനും യുവ കളിക്കാരെ ഉപദേശിക്കാനും തയ്യാറായിരുന്നു അദ്ദേഹം. സുവർണ തലമുറയിലെ വിൻഡീസ് ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന ജോയൽ ഗാർണറെ 2010 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി ആദരിച്ചു. പിന്നീട് വിൻഡീസ് ടീമിലും മറ്റു ടീമുകളിലേക്കും പല പ്രമുഖരായ പേസർമാർ വന്നെങ്കിലും 70കളിലും 80കളിലും കളിച്ച ഒരുപാട് ബാറ്റർമാർ ബഹുമാനിച്ച ബൗളറായിരുന്നു ഉയരങ്ങളിൽ പറന്ന ഈ കരീബിയൻ കഴുകൻ. 1970കളിലും 80കളിലെ തുടക്കത്തിലും വെസ്റ്റ് ഇൻഡീസിന്റെ ആധിപത്യത്തിലുള്ള ഗാർണറുടെ സംഭാവനകൾ തലമുറകളോളം ഓർമ്മിക്കപ്പെടും. ദ ജെന്റിൽ ജയന്റ് ഓഫ് വെസ്റ്റ് ഇൻഡീസ്.